കഴിഞ്ഞ 30 വർഷമായി ഞങ്ങളോടൊപ്പം, അതായത് കേരള പത്രപ്രവർത്തക യൂണിയൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം, പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറി, പ്രസിഡന്റ് തുടങ്ങിയ മേഖലകളിൽ സേവനമനുഷ്ഠിച്ച ശേഷമാണ് സാം ചെമ്പകത്തിൽ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഇലന്തൂരിലെ 14ാം പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഈ ഇടയിൽ സാമച്ചാൻ പരിസ്ഥിതി, പിന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഒത്തിരി സേവന പ്രവർത്തനങ്ങളിലെല്ലാം ഇടപെട്ടിട്ടുണ്ട്. സാമച്ചാൻ എങ്ങനെയാണ് ഈ ഫോർത്ത് എസ്റ്റേറ്റിൽ നിന്നും ജനാധിപത്യത്തിൽ നിന്നും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പെട്ടത്? അതായത് എലന്തൂരിലാണ് ഞാൻ ജീവിച്ചത്. എലന്തൂരിലാണ് ഇപ്പം ഞാനൊരു ജനപ്രതിനിധിയായിട്ട് മത്സരിക്കുന്നത്. എലന്തൂർ ഒത്തിരി എൻ്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ളൊരു നാടാണ്. എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു മഹാത്മാഗാന്ധിയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ നാട്, സന്ദർശനം കൊണ്ട് അനുഗ്രഹീതമായ നാട്, മോഹൻലാലിനെ പോലുള്ള ആളുകൾക്ക് ജന്മം നൽകിയ നാട്, അങ്ങനെ വലിയ പ്രാധാന്യമുള്ള ഒരു നാട്. അപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതൽ എലന്തൂരിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും, സാമൂഹിക സാംസ്കാരിക എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ പങ്കുചേർന്നിട്ടുള്ള ഒരാളാണ്. ജനങ്ങളോടൊപ്പം, എന്നെ സംബന്ധിച്ച് ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന വലിയ സന്തോഷം. അത് ഞാൻ മാധ്യമപ്രവർത്തകനായിരുന്നപ്പോഴും അത് തന്നെയായിരുന്നു. ഞാൻ കേരള പ്രസ് അക്കാദമി ജേർണലിസം കഴിഞ്ഞു. അവിടുന്ന് തിരുവനന്തപുരത്ത് വന്നു. തിരുവനന്തപുരത്ത് പത്തനംതിട്ട വന്നു. പത്തനംതിട്ടയിൽ പ്രവർത്തിക്കുമ്പോഴാണ് പ്രസ് ക്ലബിൻ്റെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ഞാൻ പ്രസ് ക്ലബിൻ്റെ പ്രസിഡന്റായിരുന്നു, സെക്രട്ടറി ആയിരുന്നു, പത്രപ്രവർത്തക യൂണിയൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. അങ്ങനെയൊക്കെ പ്രവർത്തിച്ചു. പിന്നീട് വിരമിച്ച ശേഷവും എനിക്ക് ഒറ്റപ്പെട്ട് നമുക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. എനിക്കൊരു അധികാരമോ പദവിയോ ഒന്നും അല്ല ഞാൻ ഇതിനകത്ത് നിൽക്കുന്നത്. എലന്തൂരിൻ്റെ വികസനത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അത് ഒട്ടേറെ പ്രശ്നങ്ങൾ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആ ജനങ്ങളോടൊപ്പം ജനങ്ങൾക്ക് വേണ്ടി ഒരു സമർപ്പണം മാത്രമാണ് എൻ്റെ ഈ സ്ഥാനാർത്ഥിത്വം. പ്രത്യേകിച്ച് ഇങ്ങനെ സാമച്ചാൻ്റെ ഞങ്ങൾ പല പ്രാവശ്യം വിളിക്കുമ്പോഴും കൃഷിയിടത്തിലാണ് നമ്മൾ പറയാറുണ്ട്. അതെങ്ങനെയാണ് ഒരു മാധ്യമപ്രവർത്തകൻ പെട്ടെന്ന് കൃഷിയിലേക്ക് മാറുന്നത്? ഞാൻ ചെറുപ്പം തൊട്ട് എൻ്റെ ഒരു ദൗർബല്യമൊന്നോ ബലഹീനതയെന്നോ ഇവിടെ പറയാൻ, കൃഷിയോട് എനിക്ക് വലിയ താല്പര്യം. എൻ്റെ വീട് ചുറ്റുപാട് നോക്കിയാൽ തന്നെ എല്ലാം ചെടികളാണ്. രാവിലെ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നു, പിന്നെ നേരെ പറമ്പിലേക്ക് പോകുന്നു. അത് ജോലി ചെയ്യുമ്പോഴും മാധ്യമപ്രവർത്തനമായിരിക്കുമ്പോഴും പോലും ഞാൻ കൃഷിയിലൊരു വലിയ താല്പര്യമെടുത്താണ്. ഒരു 50 സെൻറ്റ് സ്ഥലമുണ്ട്. അവിടെ എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും പച്ചക്കറി എല്ലാം വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറി എല്ലാം അവിടെ ഉത്പാദിപ്പിക്കുന്നു. അപ്പം അങ്ങനെ കൃഷിയോടൊരു ആഭിമുഖ്യം എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ ഈ സ്ഥാനാർത്ഥിയാകുമ്പോഴേ എല്ലാവർക്കും ഉള്ള ഒരു ആശങ്ക എന്ന് പറയുമ്പോൾ, പത്രപ്രവർത്തനത്തിൽ നിഷ്പക്ഷമായിട്ടാണല്ലോ എഴുതുന്നത്. അപ്പോൾ വിജയിച്ചു കഴിഞ്ഞാലും അതുപോലെ തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ല, ഞാൻ എനിക്ക് ഇവിടെ പ്രവർത്തിക്കുമ്പോൾ ഞാൻ ഏതെങ്കിലും വിഭാഗീയത കാട്ടുക, അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തിൻ്റെ ആളായിട്ട് എല്ലാ ജനങ്ങളുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ കാരണം ഒരു വൃക്ക സംബന്ധം ഒരു കുഞ്ഞിന്റെ കാര്യം തന്നെ നമ്മുടെ ലക്ഷ്മി പ്രിയ എന്ന് പറഞ്ഞ പെൺകുട്ടി, ഒരു 12 വയസ്സുകാരി ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. ആ ബുദ്ധിമുട്ട് കണ്ട് അവിടുള്ള ആളുകൾ രംഗത്ത് വന്നു. ആ കൂട്ടത്തിൽ ഞാൻ സെക്രട്ടറി ആയിരിക്കുന്ന ഒരു ജനകീയ സമിതിയുണ്ട്. അപ്പം ഞങ്ങളതിന് നേതൃത്വം ഏറ്റെടുത്ത് 50 ലക്ഷം രൂപയാണ് ആ കുട്ടിക്ക് ചികിത്സിക്കാൻ വേണ്ടി, കരൾ മാറ്റിവെക്കാൻ വേണ്ടി വന്നത്. ആ 50 ലക്ഷം രൂപയും സമാഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുക, പ്രവർത്തിക്കുക, അതൊരു വലിയ സന്തോഷമുള്ള ഒരു താല്പര്യമാണ്. ഒരു സ്ഥാനാർത്ഥിയായി വിജയിച്ച, അല്ലെങ്കിൽ എലന്തൂരിന് ഇനിയും ഒത്തിരി വികസനം മുമ്പിലേക്ക് വരാനുള്ള ഒത്തിരി സാധ്യതകളൊക്കെ ഉണ്ട്. എന്താണ് എലന്തൂരിൻ്റെ മറ്റ് വികസന സാധ്യതകളൊക്കെ? പത്തനംതിട്ട ജില്ലയിലെ ജില്ലാ സ്ഥാനത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. പ്രത്യേകിച്ച് ഒരു വിദ്യാഭ്യാസ ഹബ്ബ് എന്ന് എലന്തൂരിനെ വിശേഷിപ്പിക്കുക. അതായത് ചെറിയ സ്കൂൾ മുതൽ ആർട്സ് ആൻഡ് സയൻസ്, ജില്ലയിലെ ഏക ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വരെയുള്ള വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു സ്ഥലമാണ് എലന്തൂർ. അപ്പോൾ കാലോചിതമായി മാറ്റങ്ങൾ എലന്തൂരിലുണ്ടാകണം. എലന്തൂർ ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു ഗ്രാമമായിട്ട് മാറണം. കൃഷി കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കപ്പെടണം. പ്രത്യേകിച്ച് നമ്മുടെ പാവപ്പെട്ട വൃദ്ധരായ ആളുകൾ ഒട്ടേറെ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ട്. അവരെയൊക്കെ നമുക്ക് ചേർത്ത് നിർത്താൻ കഴിയും. വൃദ്ധജന പരിപാലനം നമ്മുടെ ഒരു പുതിയൊരു ഉത്തരവാദിത്തമായിട്ട് മാറണം. അതേപോലെ തന്നെ നാടിൻ്റെ സാംസ്കാരിക രംഗത്ത് വലിയ മാറ്റങ്ങളുണ്ടാകും. ഭവനമില്ലാത്തവർക്ക് ഭവനം, ചെറിയ ഒട്ടേറെ ആളുകളൊക്കെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ചെറിയ ഗ്രാമ റോഡുകൾ ഒത്തിരി തകർന്നു കിടക്കുക. അതൊക്കെ നമുക്ക് പുനരുദ്ധരിക്കേണ്ട ആവശ്യമുണ്ട്. സ്ട്രീറ്റ് ലൈറ്റുകളുടെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അതിൽ നമ്മുടെ ഒരു ശ്രദ്ധ ഉണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും മുന്തിയ പരിഗണന നമ്മൾ നൽകേണ്ടത്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ വായനയും എഴുത്തും കൃഷിയും എല്ലാം വീണ്ടും ഇനിയും തുടർന്ന് കൊണ്ടുപോകും. തീർച്ചയായിട്ടും നമ്മൾ വായന എപ്പോഴും ജീവിതത്തിൻ്റെ ഭാഗമാണ്. എഴുത്തിപ്പോഴും നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും പല മേഖലകളിലും എഴുത്തിൻ്റെ ഘടകങ്ങളുണ്ട്. കൂടാതെ കൃഷിയിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റത്തില്ല. കൃഷി ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. എപ്പോഴും
രാവിലെ കൃഷി സ്ഥലത്തേക്ക് പോകും, അധ്വാനിക്കും, ജോലിയെടുക്കും, കാർഷിക വിളകളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ രീതിയിൽ കൃഷി എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗം. അതിൽ നിന്ന് നമുക്ക് മാറി നിന്നൊരു പ്രവർത്തനമില്ല. അപ്പോൾ ഈ രാഷ്ട്രീയം ഈ വർത്തമാന കാലഘട്ടത്തിലെ ജനങ്ങൾ തികച്ചും ഒരു നാടൻ ഭാഷയെ പറഞ്ഞാൽ അവജ്ഞയോടുകൂടി കാണുന്ന ഒരു മേഖലയായിട്ട് മാറുമ്പോഴാണ് ജനാധിപത്യത്തിൻ്റെ ഫോർത്ത് എസ്റ്റേറ്റായ സാമച്ചാനെ പോലെയുള്ള അപൂർവം ചില ഈ സംസ്ഥാനത്ത് അല്ലെങ്കിൽ വെളിയിലൊക്കെ ഉള്ള വ്യക്തിത്വങ്ങൾ ഈ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അതെങ്ങനെയാണ് ഈ ജനാധിപത്യവും രാഷ്ട്രീയവും തമ്മിൽ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത്? യഥാർത്ഥത്തിൽ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. നല്ല ആളുകൾ രാഷ്ട്രീയ രംഗത്തേക്ക് വരണം. മിടുക്കരായ ആളുകൾ, മൂല്യബോധമുള്ള ആളുകളൊക്കെ രാഷ്ട്രീയ രംഗത്തേക്ക് വരണം. അതില്ലാതെ പോകുന്നതാണ് ഈ കാലഘട്ടം നേരിടുന്ന വലിയ വെല്ലുവിളി. അപ്പോൾ അതുകൊണ്ട് ഞാനെപ്പോഴും പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, മിടുക്കരായ നല്ല മൂല്യബോധമുള്ള ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ രാഷ്ട്രീയത്തിൽ വരികയും നേതൃത്വം നൽകുകയും ചെയ്യും. അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ വലിയ മാറ്റങ്ങളുള്ളത്. അതിന് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ സ്ഥാനാർത്ഥി പട്ടിക നോക്കിക്കഴിഞ്ഞാൽ ഒട്ടേറെ മിടുക്കരായ നല്ല ആളുകൾ സ്ഥാനാർത്ഥികളായിട്ട് വരുന്നത്. ഇത് നല്ലൊരു ട്രെൻഡായിട്ട് ഞാൻ കാണുന്നുണ്ട്. അത്തരത്തിൽ നമ്മുടെ ജനാധിപത്യ സംവിധാനം കുറേ കൂടി ഫലപ്രദമായി ഗ്രാമ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന തരത്തിൽ മാറും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. തുടക്കത്തിൽ സാമച്ചാൻ പറഞ്ഞല്ലോ, നമ്മുടെ മഹാനടൻ മോഹൻലാലിൻ്റെ ജന്മസ്ഥലം, മികച്ച സിനിമകൾ മലയാളത്തിനും അത് ദേശീയതലത്തിലും നൽകിയിട്ടുള്ള ഗാന്ധിമതി ബാലൻ ചേട്ടൻ്റെ സ്ഥലം, അതുപോലെ തന്നെ ഒത്തിരി 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 സാംസ്കാരിക നായകന്മാരെ. അപ്പം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പഞ്ചായത്തിന് സാംസ്കാരിക മേഖലകളിലും കലാസാഹിത്യ മേഖലകളിലും ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. എന്തൊക്കെയാണ് മനസ്സിലുള്ള കാര്യങ്ങൾ? തീർച്ചയായിട്ടും നമുക്ക് ഇപ്പം മോഹൻലാലിൻ്റെ നാട്, ഗാന്ധിമതി ബാലൻ്റെ നാട്, വിലന്തൂർ വിജയകുമാറിൻ്റെ നാട്, മഹാത്മാഗാന്ധിജി സന്ദർശിച്ച നാട്, ശ്രീനാരായണ ഗുരുദേവൻ സന്ദർശിച്ച നാട്, സ്റ്റാൻലി ജോൺസിനെ പോലുള്ള വലിയ പ്രഭാഷകർ വന്ന നാട്, വിനോബാ ഭാവയെ പോലുള്ള ആളുകൾ വന്ന നാട്, അത്തരത്തിലൊരു വലിയ ശ്രദ്ധേയമായ പൈതൃകമുള്ള നാട്. മാത്രമല്ല കെ കുമാറിനെ പോലുള്ള ആളുകൾക്ക് ജന്മം നൽകിയ നാട്, ഭാനുവൈദ്യനെ പോലുള്ള പ്രസിദ്ധ വൈദ്യന്മാരുടെ നാട്. അത്തരത്തിൽ അടിവരയിട്ട് പറയാവുന്ന ഒരു നല്ല നാടാണ് ഇലന്തൂര്. ആ പൈതൃകം, ആ ഒരു സാംസ്കാരിക പാരമ്പര്യം നമ്മൾ കൈവിടാതെ കുറേ കൂടി അത് പരിപോഷിപ്പിച്ചുകൊണ്ട് വരണം. അത് മാത്രമല്ല, പടയണിയുടെ നാട്, അത് ഇലന്തൂർ പടയണി എന്ന് പറഞ്ഞ പ്രസിദ്ധം. അപ്പോൾ അത് കുറേ കൂടി നമ്മുടെ നാടിൻ്റെ അടയാളപ്പെടുത്തലുകളായിട്ട് മാറണം. അതായിരിക്കണം നമ്മുടെ മുഖ്യ അജണ്ടയായിട്ടും. അതിനുവേണ്ടിയൊക്കെ ഉള്ള ശ്രമം നടത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പം സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ വരാൻ പോകുന്ന സർക്കാരിൻ്റെ ഒത്തിരി തുടർ പദ്ധതികളൊക്കെ ഉണ്ട്. അടിസ്ഥാന മേഖലകളിൽ ഒത്തിരി വികസനങ്ങളൊക്കെ എത്താനുണ്ട്. അവരെ എല്ലാം ചേർത്ത് പിടിക്കുമോ രാഷ്ട്രീയത്തിന്? തീർച്ചയായിട്ടും. നമുക്ക് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ജനങ്ങളുടെ ചേർത്ത് പിടിക്കുന്ന ഒരു സംസ്കാരമാണ് രൂപപ്പെടേണ്ടത്. അപ്പോൾ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. പ്രത്യേകിച്ച് പാവപ്പെട്ട ആളുകൾ, സാധാരണക്കാരായ ആളുകൾ, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്ന ആളുകൾ, വൃദ്ധരായ ആളുകൾ, അവരെയൊക്കെ നമ്മൾ ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ സംശയം. മാധ്യമപ്രവർത്തനത്തോടൊപ്പം ഇനിയിപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് സ്ഥാനാർത്ഥിയായിട്ടാണ് സാം ചെമ്പകത്തിൽ വന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പുകളും ഒക്കെ സാം ചെമ്പകത്തിന് വലിയ പുത്തരിയല്ലെന്ന് പറയാം. അതായത് പത്രപ്രവർത്തക യൂണിയൻ്റെ തെരഞ്ഞെടുപ്പുകളിലെല്ലാം വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ തട്ടകമായ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇലന്തൂരിലെ 14-ാം വാർഡിൽ നിന്നും സ്ഥാനാർത്ഥിയായി വിജയിച്ചു വരണം എന്നുള്ള ആഗ്രഹത്തിൽ കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട.